ചോദ്യം 1. ഡ്രൈവിംഗ് ബുദ്ധിമുട്ടുകളിൽ 1. ഓപ്ഷൻ എ. അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്നത് മറ്റു ഡ്രൈവർമാരെ അറിയിക്കുന്നു. ഓപ്ഷൻ ബി. മറ്റു ഡ്രൈവർമാർ എന്തു ചെയ്യുമെന്ന് പ്രവചിക്കുന്നു. ഓപ്ഷൻ സി. നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ പതിവായി പരിശോധിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. മറ്റു ഡ്രൈവർമാർ എന്തു ചെയ്യുമെന്ന് പ്രവചിക്കുന്നു. ചോദ്യം 2. ഇനിപ്പറയുന്നവയിൽ ഏതാണ് കൂടുതൽ പ്രധാനം? ഓപ്ഷൻ എ. അപകടങ്ങൾക്കായി മുന്നോട്ടു നോക്കുന്നു. ഓപ്ഷൻ ബി. ഒരു സ്കിഡിൽ നിങ്ങളുടെ വാഹനം നിയന്ത്രിക്കുന്നു. ഓപ്ഷൻ സി. നിങ്ങളുടെ വാഹനം വൃത്തിയായും സൂക്ഷിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. അപകടങ്ങൾക്കായി മുന്നോട്ടു നോക്കുന്നു. ചോദ്യം 3. ഒരു റോഡിലെ ഡ്രൈവിംഗ് വ്യവസ്ഥകൾ ഇതായിരിക്കും. ഓപ്ഷൻ എ. വരണ്ട കാലാവസ്ഥയിൽ മോശമാണ്. ഓപ്ഷൻ ബി. ആർദ്ര കാലാവസ്ഥയിൽ മോശം. ഓപ്ഷൻ സി. വരണ്ടതോ നനഞ്ഞതോ ആയ കാലാവസ്ഥയിലും സമാനമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ആർദ്ര കാലാവസ്ഥയിൽ മോശം. ചോദ്യം 4. റോഡുകളിലൂടെ നടക്കുകയോ മുറിച്ചുകടക്കുകയോ ചെയ്യുന്ന ആളുകൾ. ഓപ്ഷൻ എ. ശക്തമായ ഹോൺ മുഴക്കി മുന്നറിയിപ്പ് നൽകണം. ഓപ്ഷൻ ബി. കാറുകളിൽ നിന്ന് മാറി നിൽക്കാൻ എൻഫോഴ്സ്മെന്റ് ആളുകളോട് പറയണം. ഓപ്ഷൻ സി. റോഡിലെ നിരവധി അപകടങ്ങളിൽ ഒന്നായി കണക്കാക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. റോഡിലെ നിരവധി അപകടങ്ങളിൽ ഒന്നായി കണക്കാക്കണം. ചോദ്യം 5. അനുഭവപരിചയമില്ലാത്ത ഡ്രൈവർമാർ അപകടസാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ. ഓപ്ഷൻ എ. അവർക്ക് മെച്ചപ്പെട്ട ഡ്രൈവിംഗ് കഴിവുണ്ട്. ഓപ്ഷൻ ബി. അവർ എപ്പോഴും തിരക്കിലാണ്. ഓപ്ഷൻ സി. സാധ്യമായ പ്രശ്നങ്ങൾ പ്രവചിക്കാൻ അവർക്ക് കഴിവില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. സാധ്യമായ പ്രശ്നങ്ങൾ പ്രവചിക്കാൻ അവർക്ക് കഴിവില്ല. ചോദ്യം 6. ഒരു നല്ല ഡ്രൈവർ ആകാൻ പഠിക്കാൻ എത്ര സമയമെടുക്കും? ഓപ്ഷൻ എ. ഏകദേശം 15 മണിക്കൂർ ഡ്രൈവിംഗ് പരിശീലനം. ഓപ്ഷൻ ബി. ഏകദേശം 6 മാസത്തെ ഡ്രൈവിംഗ് പരിശീലനം. ഓപ്ഷൻ സി. വർഷങ്ങളോളം ഡ്രൈവിംഗ് പരിശീലനം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. വർഷങ്ങളോളം ഡ്രൈവിംഗ് പരിശീലനം. ചോദ്യം 7. ഒരു മികച്ച ഡ്രൈവർ ആകാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ഓപ്ഷൻ എ. ആത്മവിശ്വാസത്തോടെ. ഓപ്ഷൻ ബി. കഴിയുന്നത്ര പാഠങ്ങൾ ഏറ്റെടുക്കുന്നു. ഓപ്ഷൻ സി. നിങ്ങൾ ഒരു പുതിയ ഡ്രൈവർ ആകുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഡ്രൈവിംഗ് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. കഴിയുന്നത്ര പാഠങ്ങൾ ഏറ്റെടുക്കുന്നു. ചോദ്യം 8. പുതിയ ഡ്രൈവർമാർക്ക് ഉയർന്ന ക്രാഷ് നിരക്ക് ഉണ്ട്, കാരണം അവർ. ഓപ്ഷൻ എ. മണിക്കൂറുകളോളം ഡ്രൈവിംഗ് പരിശീലനം നടത്തിയിട്ടില്ല. ഓപ്ഷൻ ബി. അവരുടെ ഡ്രൈവിംഗ് കഴിവുകളിൽ ആത്മവിശ്വാസക്കുറവ്. ഓപ്ഷൻ സി. മറ്റുള്ളവരുടെ ഉപദേശത്താൽ ശ്രദ്ധ തിരിക്കാനാകും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. മണിക്കൂറുകളോളം ഡ്രൈവിംഗ് പരിശീലനം നടത്തിയിട്ടില്ല. ചോദ്യം 9. നിങ്ങളാണെങ്കിൽ ഡ്രൈവിംഗ് കൂടുതൽ അപകടകരമാണ്. ഓപ്ഷൻ എ. നിങ്ങളുടെ കാറിൽ ശബ്ദായമാനമായ യാത്രക്കാർ ഉണ്ടായിരിക്കുക. ഓപ്ഷൻ ബി. നിങ്ങളുടെ കാർ വൃത്തിയായും സൂക്ഷിക്കരുത്. ഓപ്ഷൻ സി. പതിവായി ദീർഘദൂര യാത്രകൾ പോകുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ എ നിങ്ങളുടെ കാറിൽ ശബ്ദായമാനമായ യാത്രക്കാർ ഉണ്ടായിരിക്കുക. ചോദ്യം 10. പുതിയ ഡ്രൈവർമാർ പലപ്പോഴും വാഹനമോടിക്കുന്നതിനാൽ അപകടസാധ്യത കൂടുതലാണ്. ഓപ്ഷൻ എ മുന്നിലുള്ള വാഹനത്തിന് വളരെ അടുത്ത്. ഓപ്ഷൻ ബി വളരെ പതുക്കെ. ഓപ്ഷൻ സി റോഡിലുടനീളം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മുന്നിലുള്ള വാഹനത്തിന് വളരെ അടുത്ത്. ചോദ്യം 11. വാഹനമോടിക്കുമ്പോൾ തല പരിശോധന അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ എല്ലായ്പ്പോഴും നിങ്ങളുടെ തല നിശ്ചലമായി സൂക്ഷിക്കുക. ഓപ്ഷൻ ബി നിങ്ങളുടെ സൈഡ് മിററുകളിൽ നിങ്ങളുടെ പിന്നിൽ കാണാൻ കഴിയുമോയെന്ന് പരിശോധിക്കുന്നു. ഓപ്ഷൻ സി വശത്തെ ജനാലകളിലൂടെ കാണാൻ നിങ്ങളുടെ തോളിൽ നോക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വശത്തെ ജനാലകളിലൂടെ കാണാൻ നിങ്ങളുടെ തോളിൽ നോക്കുന്നു. ചോദ്യം 12. പുതിയ ഡ്രൈവർമാർ പ്രവർത്തനങ്ങളുടെ മെക്കാനിക്കൽ വശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് അപകടകരമായ കാലഘട്ടമാണ്. കാരണം. ഓപ്ഷൻ എ അവർക്ക് അപകടം കാണാൻ കഴിയുന്നില്ല. ഓപ്ഷൻ ബി അവരുടെ പ്രതികരണങ്ങൾ ഒന്നുകിൽ വളരെ മന്ദഗതിയിലോ അതിശയോക്തി കലർന്നതോ ആകാം. ഓപ്ഷൻ സി അവരുടെ പ്രതികരണങ്ങൾ എപ്പോഴും വൈകും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അവരുടെ പ്രതികരണങ്ങൾ ഒന്നുകിൽ വളരെ മന്ദഗതിയിലോ അതിശയോക്തി കലർന്നതോ ആകാം. ചോദ്യം 13. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡ് രംഗം സ്കാൻ ചെയ്യുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ ഉണർന്നിരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഓപ്ഷൻ ബി സാധ്യതയുള്ള അപകടങ്ങൾ നിങ്ങൾ മുൻകൂട്ടി കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഓപ്ഷൻ സി നിങ്ങൾ നല്ല വാഹന നിയന്ത്രണം വികസിപ്പിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സാധ്യതയുള്ള അപകടങ്ങൾ നിങ്ങൾ മുൻകൂട്ടി കാണാനുള്ള സാധ്യത കൂടുതലാണ്. ചോദ്യം 14. ചുവന്ന ലൈറ്റ് അടിച്ചുമാറ്റുന്നത് പോലുള്ള മിക്ക ട്രാഫിക് നിയമലംഘനങ്ങളും സാധാരണയായി സംഭവിക്കുന്നത്. ഓപ്ഷൻ എ ഡ്രൈവറുടെ മോശം മനോഭാവം. ഓപ്ഷൻ ബി ഡ്രൈവറുടെ ഡ്രൈവിംഗ് കഴിവുകളുടെ അഭാവം. ഓപ്ഷൻ സി മറ്റു മോശം ഡ്രൈവർമാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡ്രൈവറുടെ മോശം മനോഭാവം. ചോദ്യം 15. നിങ്ങളുടെ കാർ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾ വികസിപ്പിച്ചെടുത്താൽ അപ്പോൾ നിങ്ങൾക്കറിയാം. ഓപ്ഷൻ എ ഡ്രൈവിംഗിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം. ഓപ്ഷൻ ബി റോഡിൽ എങ്ങനെ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യാം. ഓപ്ഷൻ സി ഡ്രൈവിംഗ് കഴിവുകളിൽ ഒന്ന് മാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഡ്രൈവിംഗ് കഴിവുകളിൽ ഒന്ന് മാത്രം. ചോദ്യം 16. പഠിതാക്കളായ ഡ്രൈവർമാർ സ്ഥിരമായി നല്ല ഡ്രൈവിംഗ് തീരുമാനങ്ങൾ എടുക്കും. ഓപ്ഷൻ എ ഒരുപാട് അനുഭവങ്ങൾക്കും പരിശീലനത്തിനും ശേഷം മാത്രം. ഓപ്ഷൻ ബി അവർക്ക് നല്ല റിഫ്ലെക്സുകൾ ഉള്ളതിനാൽ ഉടൻ തന്നെ. ഓപ്ഷൻ സി കുറച്ച് ഡ്രൈവിംഗ് പരിശീലനത്തിന് ശേഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരുപാട് അനുഭവങ്ങൾക്കും പരിശീലനത്തിനും ശേഷം മാത്രം. ചോദ്യം 17. സുരക്ഷിതമായ ഡ്രൈവിംഗിനുള്ള നിരവധി സാങ്കേതികതകളിൽ ഒന്നാണ്. ഓപ്ഷൻ എ വാഹനം പ്രവർത്തിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ ബി മറ്റ് ഡ്രൈവർമാർ അടുത്തതായി എന്തു ചെയ്യുമെന്ന് പ്രവചിക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ സി ഓരോ തവണയും മറ്റ് ഡ്രൈവർമാരെക്കാൾ മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മറ്റ് ഡ്രൈവർമാർ അടുത്തതായി എന്തു ചെയ്യുമെന്ന് പ്രവചിക്കാൻ ശ്രമിക്കുക. ചോദ്യം 18.
ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ വൈദഗ്ധ്യം നേടുന്നുവെന്ന് പറയുന്നതിനുള്ള ഒരു മാർഗം എന്താണ്? ഓപ്ഷൻ എ, നിങ്ങളുടെ കാർ നിയന്ത്രണവും വേഗത നിയന്ത്രണവും കൂടുതൽ സുഗമമാണ്. ഓപ്ഷൻ ബി, നിങ്ങൾ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുകയും ബ്രേക്ക് ഇടയ്ക്കിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ സി, നിങ്ങൾക്ക് ചെറിയ പാഠങ്ങളുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിങ്ങളുടെ കാർ നിയന്ത്രണവും വേഗത നിയന്ത്രണവും കൂടുതൽ സുഗമമാണ്. ചോദ്യം 19. ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ വൈദഗ്ധ്യം നേടുന്നുവെന്ന് പറയുന്നതിനുള്ള ഒരു മാർഗം എന്താണ്? ഓപ്ഷൻ എ, നിങ്ങളുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഉപദേശം ആവശ്യമാണ്. ഓപ്ഷൻ ബി, നിങ്ങൾക്ക് പലപ്പോഴും പാഠങ്ങളുണ്ട്. ഓപ്ഷൻ സി, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ റേഡിയോ ക്രമീകരിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിങ്ങളുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഉപദേശം ആവശ്യമാണ്. ചോദ്യം 20. ധാരാളം പരിശീലനമുള്ള പുതിയ ഡ്രൈവർമാർ. ഓപ്ഷൻ എ, മുന്നോട്ടുള്ള റോഡിൽ കൂടുതൽ അപകടങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി, കനത്ത ട്രാഫിക്കിൽ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. ഓപ്ഷൻ സി, അവരുടെ ബ്രേക്ക് പലപ്പോഴും ഉപയോഗിക്കരുത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മുന്നോട്ടുള്ള റോഡിൽ കൂടുതൽ അപകടങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യം 21. ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ വൈദഗ്ധ്യം നേടുന്നുവെന്ന് പറയുന്നതിനുള്ള ഒരു മാർഗം എന്താണ്? ഓപ്ഷൻ എ, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഡ്രൈവർ ഇൻസ്ട്രക്ടർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. ഓപ്ഷൻ ബി, മറ്റ് ഡ്രൈവർമാർ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടും. ഓപ്ഷൻ സി, നിങ്ങൾ സ്റ്റോപ്പ് അടയാളങ്ങളിൽ നിന്ന് കൂടുതൽ വേഗത്തിൽ നീങ്ങുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഡ്രൈവർ ഇൻസ്ട്രക്ടർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. ചോദ്യം 22. ചുവന്ന ട്രാഫിക് ലൈറ്റുള്ള ഒരു കവലയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയും നിർത്തുകയും ചെയ്യുന്നു. ലൈറ്റുകൾ മാറാൻ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാമോ? ഓപ്ഷൻ എ, അതെ. ഓപ്ഷൻ ബി, ഇല്ല. ഓപ്ഷൻ സി, അതെ, എന്നാൽ ലൈറ്റ് പച്ചയായി മാറുമ്പോൾ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇല്ല. ചോദ്യം 23. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ഫലം ഏത് ഉദാഹരണമാണ്? ഓപ്ഷൻ എ, കാരണമില്ലാതെ വേഗത കൂട്ടുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യുക. ഓപ്ഷൻ ബി, എല്ലാ സമയത്തും വേഗത കൂട്ടുന്നു. ഓപ്ഷൻ സി, വേഗത്തിലാക്കി പെട്ടെന്ന് നിർത്തുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാരണമില്ലാതെ വേഗത കൂട്ടുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യുക. ചോദ്യം 24. ഈ കൂട്ടിയിടി ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കാം? ഓപ്ഷൻ എ, വാഹനം ട്രാഫിക് നിയമം പാലിച്ചില്ല. ഓപ്ഷൻ ബി, വാഹനം ട്രാഫിക് നിയമം പാലിച്ചില്ല. ഓപ്ഷൻ സി, രണ്ട് വാഹനങ്ങളും ട്രാഫിക് നിയമം പാലിച്ചില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാഹനം ട്രാഫിക് നിയമം പാലിച്ചില്ല. ചോദ്യം 25. നിങ്ങൾ കൂടുതൽ വൈദഗ്ധ്യമുള്ള ഒരു ഡ്രൈവർ ആയി മാറുകയാണെന്ന് പറയാനുള്ള ഒരു മാർഗം എന്താണ്? ഓപ്ഷൻ എ, നിങ്ങൾ സാധാരണ ഉറങ്ങുന്ന സമയത്താണ് വാഹനമോടിക്കുന്നതെങ്കിൽ. ഓപ്ഷൻ ബി, നിങ്ങൾ വേഗത്തിൽ ഓടിക്കുകയും മറ്റു വാഹനങ്ങൾക്ക് പുറകിൽ അടുത്തിടുകയും ചെയ്യുന്നു. ഓപ്ഷൻ സി, ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റേഡിയോ ക്രമീകരിക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിങ്ങൾ സാധാരണ ഉറങ്ങുന്ന സമയത്താണ് വാഹനമോടിക്കുന്നതെങ്കിൽ. ചോദ്യം 26.
നിങ്ങൾക്ക് ഫോക്കസ് നഷ്ടപ്പെടാനും മറ്റു പാതയിലൂടെ നീങ്ങാനും തുടങ്ങുന്നു, അതിനുള്ള സമയമാണിത്. ഓപ്ഷൻ എ, ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു ഗുളിക കഴിക്കുക. ഓപ്ഷൻ ബി, നിങ്ങളുടെ ജാലകങ്ങൾ തുറക്കാൻ സമയമെടുക്കുക. ഓപ്ഷൻ സി, നിങ്ങളുടെ ഡ്രൈവിംഗിൽ നിന്ന് ഒരു ഇടവേള എടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിങ്ങളുടെ ഡ്രൈവിംഗിൽ നിന്ന് ഒരു ഇടവേള എടുക്കുക. ചോദ്യം 27. ക്ഷീണിച്ചിരിക്കുമ്പോൾ വാഹനമോടിക്കുന്നത് ചക്രത്തിൽ കിടന്ന് ഉറങ്ങാൻ ഇടയാക്കും. ഓപ്ഷൻ എ, ക്രാഷുകൾക്ക് കാരണമാകാം. ഓപ്ഷൻ ബി, ശ്രദ്ധ നഷ്ടപ്പെടാൻ ഇടയാക്കും. ഓപ്ഷൻ സി, സ്റ്റിയറിംഗ് വീൽ നഷ്ടപ്പെടാൻ ഇടയാക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രാഷുകൾക്ക് കാരണമാകാം. ചോദ്യം 28. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് വളരെ അപകടകരമാണ്, കാരണം. ഓപ്ഷൻ എ, മദ്യം പൂർണ്ണമായും അനുവദനീയമല്ല. ഓപ്ഷൻ ബി, ഇനിപ്പറയുന്ന ദൂരം കുറയുന്നു. ഓപ്ഷൻ സി, ഡ്രൈവിംഗ് അപകടസാധ്യതകൾ വിലയിരുത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഡ്രൈവിംഗ് അപകടസാധ്യതകൾ വിലയിരുത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ചോദ്യം 29. അപകടമുണ്ടായാൽ നിങ്ങളെ കാറിൽ നിന്ന് പുറത്താക്കാം. എങ്കിൽ ഇത് തടയാം. ഓപ്ഷൻ എ, നിങ്ങളുടെ കാറിൽ വിപുലമായ എയർ ബാഗുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, നിങ്ങൾ ഡാഷ്ബോർഡിൽ മുറുകെ പിടിക്കുന്നു. ഓപ്ഷൻ സി, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ശരിയായി ധരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ശരിയായി ധരിക്കുന്നു. ചോദ്യം 30. ഇടുങ്ങിയ റോഡിലൂടെയാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നത്. നിങ്ങളുടെ ഡ്രൈവിംഗ് എങ്ങനെ ആയിരിക്കണം? ഓപ്ഷൻ എ, കൊമ്പിൽ ഒരു കൈകൊണ്ട് പതുക്കെ. ഓപ്ഷൻ ബി, മറഞ്ഞിരിക്കുന്ന ഏത് അപകടത്തിനും സാവധാനം തയ്യാറാണ്. ഓപ്ഷൻ സി, പാർക്കിംഗ് ബ്രേക്കിൽ ഒരു കാൽ കൊണ്ട് പതുക്കെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മറഞ്ഞിരിക്കുന്ന ഏത് അപകടത്തിനും സാവധാനം